ഇവിടെ നമ്മുടെ യൂണിറ്റ് ബേൺസ് യൂണിറ്റ് പൂർണ്ണമായി സജ്ജമാണ്. ഈ വിവരം അറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. മറ്റു കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഏകോപിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയും ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ്. എല്ലാ തരത്തിലും ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു രൂപത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് ജില്ലകളിൽ നിന്ന് കൂടുതൽ ആരോഗ്യ വിദഗ്ധരെ എത്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? എന്താണ് ഇപ്പം ഞങ്ങൾ ആരോഗ്യമന്ത്രി കൂടി വന്നതിന് ശേഷം ഒരു യോഗം ചേരാൻ പോകുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായി ചർച്ച നടത്തിയപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് നല്ല സജ്ജമാണ്. പ്ലാസ്റ്റിക് സർജന്മാരുണ്ട്, ആവശ്യത്തിന് സർജന്മാരുണ്ട്, PG സ്റ്റുഡൻസ് ഉണ്ട്. യൂണിറ്റും നല്ല രീതിയിൽ തന്നെ സജ്ജമായിട്ടുള്ള യൂണിറ്റാണ്. ആവശ്യത്തിന് ഇപ്പോൾ കോട്ടയം അതുപോലെ പാലക്കാട് 2 സ്ഥലത്ത് നിന്ന് ആളുകൾ വരാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തു നിന്നും ആവശ്യമാണെങ്കിൽ മാൻ പവർ വരണമെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ സംസാരിച്ചിടത്തോളം നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ യൂണിറ്റ് വേണ്ടത്ര സജ്ജമാണ്. എല്ലാവരും വളരെ നേരത്തെ സംഭവം എന്തോ നടന്നു എന്നറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ അധികൃതർ ആവശ്യമായിട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അതിൽ പ്രത്യേകത അനസ്തീഷ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ സജ്ജമായി. സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ചികിത്സയാണ് നടക്കുന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ തന്നെയുണ്ട്. ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. നാളെ മന്ത്രിസഭ പ്രത്യേകം ചേർന്ന് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹങ്ങൾ വിട്ടു നൽകുമെന്ന് അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശരീരഭാഗങ്ങൾ ഇപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി വന്നതിന് ശേഷം DNA പരിശോധന ആവശ്യമായിട്ട് വരും. DNA പരിശോധനയുടെ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. നവമി, ആശുപത്രിയിൽ അവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടെ പരിക്കേറ്റവർക്കായി പ്രത്യേക സംവിധാനങ്ങളൊക്കെ വിദഗ്ധ ഡോക്ടേഴ്സ് അത് മറ്റിടങ്ങളിൽ നിന്ന് പോലും എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഈ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ക്യാമ്പ് ചെയ്യുകയാണ്. എൽദോ, ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത്. ഇവിടെ ഓരോ ആംബുലൻസുകളിലായി ഓരോ ശരീരഭാഗങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന, കണ്ണു നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നേരത്തെ മന്ത്രിമാരടക്കം പറഞ്ഞതുപോലെ 10 പേരാണ് ICUവിലുള്ളത്. 2 പേർ വെന്റിലേറ്ററിലാണ്. 3 പേരുടെ നില ഗുരുതരമാണ്. 8 പേരാണ് മരിച്ചത്. ഔദ്യോഗികമായി 8 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 13 എന്ന് നമ്മൾ കണക്ക് പറയുമ്പോൾ പോലും അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ശരീരഭാഗങ്ങളായാണ് എത്തിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ശരീരഭാഗം തന്നെയാണോ അതോ അങ്ങനെ എണ്ണം കൂടാൻ സാധിക്കേണ്ട ആ കണക്കിലെ ഒരു സംശയം മാത്രമാണ് നിലനിൽക്കുന്നത്. എന്തായാലും രാത്രിയോടുകൂടി അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള കുറച്ചുകൂടി സ്ഥിരീകരണം വരും. എന്തായാലും മന്ത്രി തിരിച്ചറിഞ്ഞത് 8 പേരുടേതാണ്. ആ 8 പേരുടെ അതിൽ 3 പേരുടെ പേര് വിവരങ്ങൾ നമുക്ക് പുറത്ത് ലഭിച്ചിട്ടുണ്ട്. അതിൽ സുദർശനൻ 54 വയസ്സാണ്, തൃശ്ശൂർ സ്വദേശി തന്നെയാണ്, പഴയന്നൂർ സ്വദേശിയാണ്. 54 വയസ്സുകാരനായിട്ടുള്ള വാസുദേവൻ പാലക്കാട് സ്വദേശിയാണ്. മറ്റൊന്ന് 40 വയസ്സുള്ള സുവിൻ, അതും തൃശ്ശൂർ സ്വദേശിയാണ്. അങ്ങനെ 2 തൃശ്ശൂർ സ്വദേശികളും ഒരു പാലക്കാട് സ്വദേശിയുടെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. 8 പേരെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നു. അവരുടെ പേര് വിവരങ്ങൾ ഉടനെ തന്നെ നമുക്ക് ലഭ്യമാകും. പക്ഷെ അപ്പോഴും നമുക്ക് ഇനി ആശങ്കയോടെ നമ്മൾ കാത്തിരിക്കുന്നത് ആ സംഭവ സ്ഥലത്ത്, അതായത് ഈ ഒരു പടക്കശാലയിൽ സ്ഫോടനം നടന്ന സ്ഥലത്ത് എത്ര പേരുണ്ടെന്നാണ്, അല്ലെങ്കിൽ എത്ര പേരെ ഇനി അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അവർ വലിയൊരു വയലാണ്, നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ വയലിൽ ഓരോ മൃതശരീരങ്ങളായി പല ഭാഗങ്ങളായി ആണ് ആളുകൾക്ക് അവിടെ നിന്ന് ഈ ചാക്കിലാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ഇനിയും അതിൻ്റെ സമീപത്തൊരു കുളമുണ്ട്. ആ കുളത്തിലൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആംബുലൻസിൽ നിന്നും ഈ ഒരു കവറിലും ചാക്കിലുമൊക്കെ ആയിട്ട് കെട്ടിയ മൃതഭാഗങ്ങളെ എത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ മരുന്നുകൾ എത്തിക്കുന്ന ദൃശ്യമാണ്. ഇത് നമുക്കറിയാം അത്രയേറെ സജ്ജമായിട്ട് തന്നെയാണ് മെഡിക്കൽ കോളേജ് നിൽക്കുന്നത്. ഇവിടെ തന്നെ ആവശ്യത്തിലധികം ഡോക്ടർമാരുണ്ട്. ഇനി ആവശ്യമെങ്കിൽ മാത്രം പുറത്തുനിന്ന് വന്നാൽ മതിയെന്നാണ് മന്ത്രി P. രാജീവ് പറഞ്ഞത്. നേരത്തെയൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. വളരെ ദയനീയമായിട്ടുള്ള, വളരെ വിഷമിപ്പിക്കുന്ന, കണ്ണു നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. ഓരോ ചാക്കിലാക്കിയാണ് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OG ജനേഷ് ചേരുന്നുണ്ട്. വളരെ ദയനീയമായിട്ടുള്ള, വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെയൊക്കെ കണ്ടത്. തീർച്ചയായും തീരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവമാണ്. വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കേരളീയ പൊതുസമൂഹം നോക്കിക്കാണുന്നത്.
കൂടുതൽ മരണസംഖ്യകൾ ഉയരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിനോടകം തന്നെ എത്രത്തോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ വളരെ ദാരുണമായൊരു സംഭവം, വളരെ വേദനാജനകമായ സംഭവം തന്നെയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് പുലർത്തേണ്ടുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടി സാധിക്കാവുന്ന ഇടങ്ങളിൽ വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആഘാതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ മരണസംഖ്യകളും അപകടാവസ്ഥകളും കൂടാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് കേരളീയ പൊതുസമൂഹത്തിനുള്ളത്. ഇപ്പോഴും ആ നിർമ്മാണശാലയ്ക്ക് സമീപത്തേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറികൾ ഉണ്ട്. അതും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ്. അതായത് അവിടെ ചെന്ന ആളുകൾ പറഞ്ഞതും അവിടേക്ക് പ്രവേശിച്ചതിന് ശേഷം വീണ്ടും ചില കേന്ദ്രങ്ങൾ, ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പൊട്ടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും രക്ഷാപ്രവർത്തനത്തേക്ക് സ്വാഭാവികമായിട്ടും ദുഷ്കരമാക്കുന്നുണ്ട്. പിന്നെ ഇത്തരം സ്ഫോടവസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയം സ്വാഭാവികമായിട്ട് അത്തരം മേഖലയിലേക്ക് കടന്നു വരാൻ ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ രക്ഷാപ്രവർത്തനത്തേക്ക് അത് വളരെ സീരിയസ് ആയി തന്നെ ബാധിച്ചിട്ടുണ്ട്. 3 മണിക്ക് നടന്ന സംഭവമാണ്. ഇതിനോടകം തന്നെ നമുക്കൊരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കണക്കനുസരിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. 40, 42 ഉണ്ട്, 42-ൽ കൂടുതലുണ്ടെന്നൊക്കെ ഇപ്പോഴും നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നില്ല എത്ര പേരാണ് അവിടെ. കണക്കിനേക്കാൾ കണക്കിൻ്റെ അല്ല, ഓരോ ജീവനും വിലപ്പെട്ടതാണല്ലോ. എത്ര 1 എന്നാലും 2 ആയാലും എത്ര വലിയ ഫിഗർ ആയാലും തന്നെ അതൊക്കെ തന്നെ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കണക്കിൻ്റെ പ്രശ്നമല്ല, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എത്രയാണ്, അതിൽ എത്ര പേർക്ക് ഇപ്പോൾ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നില്ല. അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 മണിക്ക് സംഭവിച്ചതാണെങ്കിൽ കൂടിയും അവിടെ തീ അണയ്ക്കാനും അവിടേക്ക് കടന്നു ചെല്ലാനൊക്കെ ഉണ്ടായ പ്രയാസവും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിലേക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നിരുന്നാൽ കൂടി ഇതെല്ലാം തന്നെ പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം ഉണ്ടായ ഒരു വളരെ വലിയ അപകടം കൂടിയാണ്. അപ്പോൾ അന്ന് ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നു, വലിയ ബോധവൽക്കരണം നടന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഒരു അപകടം ഉണ്ടാകുമ്പോൾ കുറേ ചർച്ചകൾ നടക്കും. അങ്ങനെയല്ല വേണ്ടത്. ഒരു മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് എൽദോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറ്റിങ്ങൽ അപകടം സംഭവിച്ചപ്പോഴും നമ്മളിതെല്ലാം ആവർത്തിച്ചതാണ്, ഇതെല്ലാം പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും ഒരു അപകടം വരുമ്പോൾ വീണ്ടും നമ്മളിത് ആവർത്തിക്കുകയല്ലാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ എത്രത്തോളം നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പുറ്റിങ്ങൽ ഇപ്പോൾ നേരത്തെ ഒരു ജനീഷ് പറഞ്ഞ പോലെ പുറ്റിങ്ങൽ അപകടം സംഭവിച്ചപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് ദുഃഖിച്ചതാണ്, വേദനിച്ചതാണ്. ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകരുതെന്ന് നമ്മൾ അന്ന് പ്രതിജ്ഞയെടുത്തതാണ്. പക്ഷേ വീണ്ടും അതൊക്കെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. ഈ പൂരമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് വെടിക്കെട്ട് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് സുരക്ഷിതമായി കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വെടിക്കെട്ട് നിയമപ്രകാരം നടത്തുന്നതുകൊണ്ട് അതിന് സുരക്ഷിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വെടിക്കെട്ട് നടത്തുന്നതുകൊണ്ട് വിരോധമില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു സുരക്ഷിതം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ വെല്ലുവിളിയായത് രക്ഷാപ്രവർത്തനത്തിന് സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഒരു പാടമാണ്, അവിടെ ബണ്ട് പൊളിച്ചാണ് ഫയർഫോഴ്സിന് എത്താനും ഒക്കെ വലിയ താമസം നേരിട്ടു. അത് ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഉണ്ടായിരുന്ന അതിൽ നിന്നും ഒരാളുകൾക്ക് അതിൻ്റെ എത്താൻ പറ്റുന്നില്ല, പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്തുണ്ടെങ്കിൽ പോലും എത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. നിരവധി പേര് മരിച്ചു, നിരവധി പേരെ നമുക്ക് വലിയൊരു തീരാ ദുഃഖമാണ് തൃശ്ശൂരിനും മലയാളികൾക്കും ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ വിഷമമുണ്ട്. വലിയൊരു ദുഃഖമാണ് തൃശ്ശൂർക്കാർക്ക്. പൂരം ആഘോഷിക്കാനായി വളരെ സന്തോഷത്തോടെ കാത്തുനിന്ന തൃശ്ശൂർ ജനതയ്ക്ക് മുമ്പിൽ, മലയാളികൾക്ക് മുമ്പിൽ കണ്ണീരോടെ നമ്മൾ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. വളരെ വിഷമമുണ്ട്. എന്തോ നമ്മൾ നേരത്തെ ഇത് തന്നെയാണ് പറയുന്നത്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, കേരളം മുഴുവനും ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ആ തൃശ്ശൂർ പൂര ദിവസം. അതിൻ്റെ വെടിക്കെട്ടൊക്കെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് തൃശ്ശൂർ നഗരിയിലേക്ക് തടിച്ചു കൂടുന്നത്. ആ കാഴ്ചയ്ക്ക് നിന്നും വിപരീതമായി ഏറെ ദുഃഖത്തോടു കൂടിയുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ വിഷമിപ്പിക്കുന്ന, ഒരു നാടാകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്
കാരണം ഓരോ ആളുകളെയും അല്ലെങ്കിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മൃതശരീരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് ചിലപ്പോൾ ഒരു കയ്യോ കാലോ ആയിട്ട് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുക. പിന്നീട് അതിൻ്റെ DNA പരിശോധനയൊക്കെ നടത്തിയാൽ മാത്രമേ ഉറ്റവർക്ക് തൻ്റെ ഉടയവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നേ ഉള്ളൂ. എന്നാലും ഏറെ വേദനിപ്പിക്കുന്ന, വളരെ ദുഃഖിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ദുഃഖിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഇപ്പോൾ 14 പേർക്ക് പരിക്കേറ്റ 14 പേരുടെ പേര് വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ 14 പേരെയും ഇവിടെ മെഡിക്കൽ കോളേജിൽ തന്നെയാണുള്ളത്. അവർക്കൊക്കെ ചികിത്സ നൽകിക്കൊണ്ടുണ്ട്. അവർക്ക് വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല, നിസ്സാര പരിക്കുകൾ. അതായത് ഈ സ്ഫോടനം നടന്ന സമയത്ത് ഇറങ്ങി ഓടിയവരാണ് ആ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ എത്തിയിരിക്കുന്നത്. അത് 14 പേരാണുള്ളത്. 10 പേരാണ് ഇപ്പോൾ ICUവിലുള്ളത്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. 2 പേർ വെന്റിലേറ്ററിലാണ്. മരിച്ചവർ 8 പേരാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ കണക്ക് പ്രകാരം, അത് നമ്മളൊരു കണക്ക് എന്ന് പറയുന്നത് ശരിയല്ല, ജനേഷ് പറഞ്ഞ പോലെ നമ്മളൊരു കണക്കെടുക്കുകയല്ല, അതിനപ്പുറത്തേക്ക് എത്ര പേരാണ് ഇനി അവിടെ അകപ്പെട്ടു പോയത്, ഇനി ആരെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. എൽദോ, അവിടെ ഈ പടക്ക നിർമ്മാണശാലയ്ക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ഈ തീ പടർന്ന പ്രധാനപ്പെട്ട ഇടത്തേക്ക് ഇപ്പോഴും ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ സാധിച്ചില്ല. അവിടെ ഇപ്പോഴും പല ശബ്ദങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ സംഭവിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ ജീവന് വലിയ ആപത്ത് സംഭവിക്കുന്ന ഒരു കാര്യമായതിനാൽ വളരെ സുരക്ഷയോടുകൂടി തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാലതാമസമാണ്. ഇനിയും ആളുകൾ അതിലേക്ക് അവിടെ പെട്ടുപോയിട്ടുണ്ട്. അതിൽ പല ശരീരഭാഗങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അത് വൈകുന്നത് പോലും അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് 3:30 സംഭവിച്ചതാണ് ഈ ഒരു സ്ഫോടനം. സമയം ഇപ്പോൾ 10 മണിയായി. ഇപ്പോഴും എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എല്ലാവരെയും എത്തിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ ദുരന്തമാണ്. ഇപ്പോഴും ആ ആശുപത്രിയിലേക്ക് മൃതദേഹ ഭാഗങ്ങളുമായി ഒക്കെ ശരീരഭാഗങ്ങളുമായിട്ട് ഇങ്ങനെ ആംബുലൻസുകൾ വന്നു പോകുന്നു എന്നുള്ള ഭീതിതമായിട്ടുള്ള സാഹചര്യമാണ്. അവിടെ ഇങ്ങനെ ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ ആയിട്ടാണ് ഈ ശരീരഭാഗങ്ങൾ എത്തിക്കുന്നത്. എങ്ങനെ വിവരിക്കണമെന്ന് അറിയാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമാണുള്ളത്. ഇനി ആ സ്ഫോടനം നടന്ന ആ വെടിക്കെട്ട് പുരയിൽ നിന്ന്, ആ പടക്കപ്പുരയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആൾ പറയുന്ന കാര്യങ്ങളും അനുഭവങ്ങളും അത് ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു തീ കത്തുന്നു, നിമിഷ നേരം കൊണ്ട് തന്നെ സ്ഫോടനം ഉണ്ടായി എന്നാണ് അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞത്. 3 ഷെഡ് അത് 3 അപ്പുറത്ത് വേറെ ഉണ്ടോ? പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, അത് എനിക്കറിയില്ല. 2:40 ഉള്ളില് പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തീ കത്തിയിട്ടുണ്ടാവും. ചൂടേ, കാരണം ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി എന്തേലും നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നെ എടുത്തു ഓടി. മലയാളികളല്ലാതെ ഇല്ലില്ല, ഒക്കെ നമ്മൾ മലയാളികളാണ്. വേറെ പുറമെന്ന് അങ്ങനെ ഇങ്ങനെയും ഇല്ല. ഏറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും മറ്റേ നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പോൾ 99% ഈ തീ പോലുള്ള വേര് ചൂടായിട്ട് ഈ തിരി അല്ലെങ്കിൽ കടിമരുന്ന് തീ ഓൾറെഡി വെയിറ്റ് ഇടില്ലോ. തൃശ്ശൂർ പൂരത്തിനുള്ള എല്ലാ സാമഗ്രികളും ആ സാധനങ്ങളാണ് എല്ലാം. ഒരുവിധം സാമ്പിളിന് എല്ലാ സാധനങ്ങളും പൊതിഞ്ഞ് യാതൊരു കുഴപ്പമില്ല. ഇനി നാളത്തെ കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ആകുമ്പോൾ സാമ്പിളിന്റെ ലോഡ് ചെയ്യാം. ഒരു വെപ്പറോൾ അതിലേക്കുള്ള സാമഗ്രികളെല്ലാം ഇപ്പോൾ എല്ലാ കാര്യം ഒരു വെപ്പറോളല്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിയും. പക്ഷെ അതെല്ലാം ഇപ്പോൾ വെടിക്കെട്ടിൽ പോയി എന്നല്ലേ, എല്ലാം പോയി. ഇത് എന്താവും കാരണം തോന്നുന്നത്? കാരണം 99% ഈ കളത്തിൽ തിരിയാണ് ഞാൻ നിൽക്കുന്നിടത്ത് കത്തിയത്. ഒന്നിങ്ങനെ ചൂടിന് ലെൻസ് പോലെ ഇതുമ്പോൾ ചെന്ന് അടിച്ചിട്ടാവണം. കാരണം ഈ കടിമരുന്ന്, കാരണം ഇത് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അതെന്തായി ഓൾറെഡി ചെയ്യണം. അപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഈ പെട്ടെന്നൊരു തീ പോലെ വന്ന് അടിച്ചതിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. അത്ര മാത്രം അറിയുന്നു. കാരണം എൻ്റെ ഈ കളത്തിൽ കിടക്കുന്നിടത്ത് തിരി മാത്രമല്ല, തിരി കത്തിയത്. അതിപ്പോൾ എത്ര ചൂടായാലും ഏത് വേനൽക്കാലത്ത് തിരി വെയിലത്ത് കിടന്ന് ഉണങ്ങണം. പക്ഷെ ആദ്യം വന്നത് എൻ്റെ അടുത്ത്, ആ കളത്തിൽ എൻ്റെ അടുത്ത് തിരി കത്തിയത്.
2-3 ഷെഡ്. വലിയ ദുരന്തമാണ് തൃശ്ശൂരിൽ അവിടെ സംഭവിച്ചത്. എന്താണെങ്കിലും അതിൻ്റെ അലയലുകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. അവിടെ തീയണയ്ക്കാൻ കഴിഞ്ഞു, പക്ഷെ അപ്പോഴും ഇടയ്ക്കിടയിൽ ചില പൊട്ടിത്തെറികൾ സംഭവിക്കുന്നു. അങ്ങനെ വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു ഇന്ന് കേരളം. അതിൻ്റെ നടുക്കത്തിലാണ്, വിങ്ങലിലാണ്, ഞെട്ടലിലാണ് മലയാളികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.